മാളിയേക്കൽ തറവാട്ടുമുറ്റത്ത് കല്യാണ വണ്ടികൾ നിരനിരയായി വന്നു നിന്നു. ഡോർ തുറന്നിറങ്ങിയ അലക്സ് അമ്മുവിന് ഇറങ്ങാനായി കൈ നീട്ടിക്കൊടുത്തു. അവൾ അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. എന്നാൽ അലക്സ് അത് മൈൻഡ് ചെയ്യാതെ മുന്നിലേക്ക് നോക്കി നിന്നു. പള്ളി വെച്ച് എന്തായിരുന്നു, കയ്യെ പിടിക്കുന്നു, കണ്ണ് ചിമ്മുന്നു, ഉമ്മ വെക്കുന്നു, ഇപ്പൊ ഒരു മൈൻഡും ഇല്ല. അവൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതിനിടയിൽ പിറുപിറുത്തുകൊണ്ടിരുന്നു. എന്നാൽ കേൾക്കേണ്ട ആൾ ഇതെല്ലാം വ്യക്തമായി കേൾക്കുന്നുണ്ടായിരുന്നു. എന്താടി എന്ന് പിറുപിറുക്കുന്നേ? അവൻ കപടദേഷ്യത്തോടെ അവളോട് ചോദിച്ചു. ഒന്നുമില്ല. അവൾ അതിന് മുഖം വീർപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. അവളുടെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് അവന് ചിരി വരുന്നുണ്ടായിരുന്നു. ചുണ്ടിന്റെ കോളിൽ ഒളിപ്പിച്ച ചിരിയുമായി അവൻ അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. വല്യമ്മച്ചി അവരെ കുരിശു വരച്ച് അകത്തേക്ക് കയറ്റി. ബന്ധുക്കളുടെ പരിചയപ്പെടലും എല്ലാം കൂടി അവൾ ആകെ വലഞ്ഞിരുന്നു. അപ്പോഴേക്കും വൈകുന്നേരത്തെ റിസപ്ഷന് വേണ്ടി ഒരുങ്ങാനായി റോസിയമ്മ അവളെ ലീനയുടെ കൂടെ വിട്ടു. എന്നാലും എന്റെ എൽസയെ, അലക്സിന് എത്ര നല്ല നല്ല ആലോചനകൾ വന്നതാ. ആ ഇല്ലിക്കാട്ടെ ഔസേപ്പച്ചന്റെ മോൾ ഷേളിയുടെ ആലോചന നല്ലതായിരുന്നില്ലേ? ആ കൊച്ചെന്തോ ഡോക്ടർ പഠിത്തമൊക്കെ കഴിഞ്ഞ് നിൽക്കുമല്ലായിരുന്നോ? അതിവിടെ ആർക്കും പിടിച്ചില്ല. എന്നിട്ട് അവസാനം ഒരു രണ്ടാം കെട്ടുകാരിയാണോ അവന് വേണ്ടി കണ്ടുപിടിച്ചത്, അതും അന്യജാതക്കാരി. മുകളിലേക്ക് പോകാനായി സ്റ്റെയർ കയറാൻ തുടങ്ങുമ്പോഴാണ് ഏതോ ഒരു വല്യമ്മച്ചി എൽസമ്മയോട് പറയുന്നത് അമ്മുവിന്റെ ചെവിയിലെത്തിയത്. പെട്ടെന്ന് അവൾ അവിടെ നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ പെണ്ണുപിള എന്ന് ഞാൻ. ലീന അതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയതും അമ്മ അവളുടെ കൈ പിടിച്ച് തടഞ്ഞുകൊണ്ട് അരുതെന്ന് തലയാട്ടി കാണിച്ചു. അതെ വല്യമ്മച്ചി, ഞാൻ എങ്ങനെയുള്ള പെണ്ണിനെ കെട്ടുമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അഭിപ്രായം പറയാനായി ഇപ്പൊ തൽക്കാലം പുറത്തു നാളെ എടുക്കുന്നില്ല. അലക്സ് പെട്ടെന്ന് അങ്ങോട്ട് വന്ന് പറഞ്ഞതും അമ്മച്ചി എങ്ങോട്ട് പോകുമെന്നറിയാതെ അവിടെ നിന്നും പരതി. അല്ല വല്യമ്മച്ചി, രണ്ടാമത്തെ മോള് ബാംഗ്ലൂർ പഠിക്കാൻ പോയ വഴി ആരുടെ കൂടെ പോയെന്നോ പ്രഗ്നന്റ് ആയെന്നോ ഒക്കെ കേട്ടല്ലോ, നേരാണോ? ഓ, ദാ വരണോ, ഇപ്പൊ വരെ? അലക്സ് ഒരു പരിഹാസത്തോടെ ചോദിച്ചതും അവർ കണ്ടം വഴി ഓടി. എന്റെ ചേൻ പൊളിയാടി. അവരുടെ ഓട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് ലീന അമ്മുവിനോട് പറഞ്ഞതും അമ്മുവിന്റെ ചുണ്ടിലും ഒരു ചിരി മിന്നി. എന്നാൽ ആ ചിരിമായ അധികം സമയം വേണ്ടി വന്നില്ല. അവന്റെ കൂർപ്പിച്ചുള്ള നോട്ടം കണ്ടതും അവനെ നോക്കി ഒരു വളിച്ച ചിരി ചിരിച്ച് അവൾ ലീനയുടെ കൈയും പിടിച്ച് മുകളിലേക്ക് ഓടി. അവളുടെ ഓട്ടം കണ്ട് ചിരിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നതും എൽസമ്മയുടെ വിളി കേട്ട് അവിടെ നിന്നു. മോനെ. അവരുടെ വിളി കേട്ട് അവൻ തിരിഞ്ഞ് കത്തുന്നൊരു നോട്ടം നോക്കി. നിനക്ക് എന്നോട് ദേഷ്യമാണെന്നറിയാം, പക്ഷെ ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ ഇതൊക്കെ. അവർ പറഞ്ഞു തീരുന്നതിന് മുമ്പേ അവൻ കൈയെടുത്ത് വിളക്കി. കുറച്ചു മുമ്പ് വരെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, മമ്മി എന്നെ മനസ്സിലാക്കും, എന്റെ അമ്മൂനെ അംഗീകരിക്കും എന്നൊക്കെ. പക്ഷെ അവരെന്റെ അമ്മൂനെ പറയുന്നൊക്കെ കേട്ടിട്ടും അമ്മ ഒരു അക്ഷരം പറയാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മമ്മി ഒരിക്കലും ഞങ്ങളെ അംഗീകരിക്കില്ല. അവൻ തെല്ലൊരു വിഷമത്തോടെ പറഞ്ഞതും അവരുടെ മുഖം കുനിഞ്ഞു. മമ്മിയുടെ കണ്ണിൽ അവൾക്ക് കുറവുകൾ ഉണ്ടാകും, പക്ഷെ എനിക്ക് എന്റെ അമ്മ എല്ലാം തികഞ്ഞവളാ. അതുപോലെ തന്നെ അവളിപ്പോ എന്റെ ഭാര്യയുമാണ്. അതുകൊണ്ട് ഇനി മമ്മി അവളെ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ എനിക്ക് ഇടവരരുത്. ഒരു താക്കീതോടെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്ന് പോയി. അപ്പോഴേക്കും എൽസമ്മയുടെ കണ്ണിൽ നിന്ന് രണ്ടു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. റൂമിലുള്ള സകല സാധനങ്ങളും തല്ലി തകർത്തുകൊണ്ട് അലറി വിളിക്കുകയാണ് നാൻസി. വിടില്ല, വിടില്ല നിന്നെ ഞാൻ. എന്റെ അലക്സിനെ തട്ടിയെടുത്ത് നിന്നെ ഞാൻ വെറുതെ വിടില്ല. അതും പറഞ്ഞുകൊണ്ട് അവൾ കയ്യിലിരുന്ന ഫ്ലവർ വേസ് വാൾമിററിന് നേർക്കെറിഞ്ഞു. അത് പൊട്ടിച്ചിതറി താഴേക്ക് പതിച്ചു. ബഹളം കേട്ട് മുകളിലേക്ക് വന്ന് നോക്കിയ മാമച്ചൻ റീത്തമ്മ റൂമിന്റെ അവസ്ഥ കണ്ട് സ്തബ്ധരായി നിന്നു. പൊട്ടിച്ചിതറിയ സാധനങ്ങൾക്കിടയിൽ ഭ്രാന്തിയെ പോലെ ഇരിക്കുന്ന തന്റെ മകളെ കണ്ട് ആ മാതാപിതാക്കളുടെ ചങ്ക് തകർന്നു. റീത്തമ്മ ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. റൂമിൽ എന്തൊക്കെയോ ആലോചിച്ചിരിക്കുമായിരുന്നു വിമൽ. അവന്റെ മനസ്സിൽ ഇന്ന് മാളു വിവേകിനെ തല്ലുന്ന രംഗം തന്നെ കടന്നു വന്നുകൊണ്ടിരുന്നു. എന്തിനായിരിക്കും അവരിന്ന് ഏട്ടനെ തല്ലിയത്? ഏട്ടനെ സംബന്ധിച്ച് ആരെങ്കിലും തല്ലിയാൽ അവരെ തിരിച്ചു തല്ലാതെ വിടുകയില്ല, അതിപ്പോ സ്ത്രീകളാണെങ്കിൽ പോലും. പക്ഷെ ഇന്ന് ഏട്ടൻ അവർക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. അവർ പറയുന്നൊക്കെ തല കുനിച്ചെന്ന് കേൾക്കുകയായിരുന്നു. അവർ എന്താണ് പറഞ്ഞതെന്ന് കേട്ടില്ലെങ്കിലും അവർ ഏട്ടനെ വഴക്ക് പറയുകയായിരുന്നു എന്നത് വ്യക്തമാണ്. എന്തിനായിരിക്കും ഏട്ടനോട് അവർ ദേഷ്യപ്പെട്ടത്? അനാമയേട്ടത്തെയുമായിട്ടുള്ള പ്രശ്നത്തിനായിരിക്കും. എങ്ങനെ ഇതൊന്ന് കണ്ടുപിടിക്കും? ഏട്ടനോട് ചോദിച്ചാൽ പറയില്ല, അവരോട് ചോദിച്ചാലോ? അവൻ ആലോചനയോടെ മുറിയിലൂടെ നടന്നു. ഇതേ സമയം മാളു തല്ലിയ വിവരവും ദേഷ്യപ്പെട്ടതും ഒക്കെ ഫോണിൽ കൂടി ലക്ഷ്മിയോട് പറയുകയായിരുന്നു വിവേക്. എന്നാലും വിവേക്, അവൾ തല്ലിയിട്ട് നീ കയ്യും കെട്ടി നോക്കിക്കൊണ്ട് നിന്നോ? അവളുടെ കാരണം പോച്ചെന്ന് കൊടുക്കാമായിരുന്നില്ലേ? ഞാനപ്പോ അവളെ തല്ലിയിരുന്നെങ്കിൽ നമ്മുടെ കല്യാണം നടക്കില്ലായിരുന്നു. അവളെല്ലാം വിളിച്ചു പറഞ്ഞേനെ. മറ്റവള് പോകുന്നതിന് മുമ്പ് എല്ലാം അവളോട് പറഞ്ഞിട്ടാ പോയത്. അങ്ങനെ സത്യങ്ങൾ എല്ലാവരും അറിഞ്ഞ നമ്മൾ ഈ പാടുപെട്ടതൊക്കെ വെറുതെ ആകും. പാടിക്കൽ കൊണ്ട് കലമുടിക്കാൻ വയ്യാത്തതുകൊണ്ടാ ഞാൻ അപ്പോൾ സംയമനം പാലിച്ചു നിന്നെ. അല്ലായിരുന്നെങ്കിൽ എന്നെ തല്ലിയതിന് ഞാൻ അപ്പൊ തന്നെ മറുപടി കൊടുത്തേനെ. അവൻ കടപ്പല്യം ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് എല്ലാം അറിയാമെങ്കിൽ പിന്നെന്താ അവൾ ആരോടും ഒന്നും പറയാത്തത്? അനാമി പറഞ്ഞു അത്രേ, ഒന്നും ആരോടും പറയണ്ടാന്ന്. അവളെ വിശ്വാസമില്ലാത്തവരെ ഒന്നും അവൾക്ക് ബോധിപ്പിക്കാനില്ലത്രേ. ലക്ഷ്മി സംശയത്തോടെ ചോദിച്ചത് വിവേക പറഞ്ഞു.
എന്തായാലും അതിപ്പോ നന്നായി. കല്യാണം കഴിയുന്നത് വരെ ആരും ഒന്നും അറിയാതെ നോക്കണം. അനൂപിന്റെ അടുത്തെങ്ങനെ ചെറിയൊരു സ്പാർക്ക് കിട്ടിയാൽ മതി. അവൻ പിന്നെ അതിപ്പിടിച്ച് കയറിക്കോളും. സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞ പിന്നെ ജീവിച്ചിരിക്കേണ്ട. വിവേക പറഞ്ഞത് ലക്ഷ്മി ഒന്ന് അമർത്തി മൂളി. ആ സുധിയെക്കുറിച്ച് പിന്നെ വല്ല വിവരമുണ്ടോ? അല്പനേരത്തിന് ശേഷം ലക്ഷ്മി ചോദിച്ചു. ഇല്ല, അവൻ അപ്പൊ തന്നെ റിസൈൻ ചെയ്ത് പോയില്ലേ. അവന്റെ അമ്മയുടെ സർജറിക്ക് കാശിന് വേണ്ടിയാ അവൻ നമ്മുടെ കൂടെ നിന്നത്. സർജറി നടന്നിട്ടും അവന്റെ അമ്മ രക്ഷപ്പെട്ടില്ല. അതുപോലെ സത്യങ്ങൾ അറിഞ്ഞ ശേഷം അവന്റെ പെങ്ങളോ അവനോട് മിണ്ടിയിട്ടില്ലത്രേ. ഇപ്പൊ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ജിത്തുവിന് പോലും അറിയില്ല. കുറ്റബോധം തോന്നി അവനെങ്ങനെ സത്യം പറഞ്ഞ പിന്നെ തീർന്നു. എപ്പോ വീട്ടിൽ നിന്ന് പുറത്തായെന്ന് ചോദിച്ചാൽ മതി. ഒരു കാരണവശാലും അങ്ങനെ ഉണ്ടാകരുത്. അവൻ നെടുവീർപ്പോടെ പറഞ്ഞു. ലക്ഷ്മി പറഞ്ഞു. അതിനവനൊന്ന് മൂളിയതേ ഉള്ളൂ. ബ്ലാക്ക് ഓഫ് ഷോൾഡർ ഗൗണിൽ അതീവ സുന്ദരിയെ അലക്സിന്റെ കൈ പിടിച്ച് സ്റ്റെയർ ഇറങ്ങി വരികയാണ് അമ്മ. മുടി മുന്നിൽ നിന്ന് ഒരൽപ്പം എടുത്ത് പഫ് ചെയ്ത് ആക്സസറീസ് വെച്ചിരുന്നു. ബാക്കി കേൾ ചെയ്ത് അഴിച്ചിട്ടിരിക്കുമായിരുന്നു. കഴുത്തിൽ സിമ്പിൾ ഡയമണ്ട് പെൻഡന്റും അലക്സ് കെട്ടിയ മിന്നുമാലയുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. കയ്യിൽ ഡയമണ്ട് ബാംഗിൾസും കാതിലായി ഡയമണ്ട് ഇയറിംഗ്സും ഉണ്ടായിരുന്നു. ആ വേഷത്തിൽ അവളെ കണ്ട സിൻഡ്രല്ലയെ പോലെ തോന്നുമായിരുന്നു. ബ്ലാക്ക് ജീൻസും വൈറ്റ് ഷർട്ടുമാണ് അലക്സിന്റെ വേഷം. അതിന്റെ കൂടെ ഒരു ബ്ലാക്ക് ബ്ലേസറും അവൻ ധരിച്ചിരുന്നു. അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവരുടെ മേൽ തന്നെയായിരുന്നു. പെർഫെക്റ്റ് കപ്പിൾ. ആരുടെയോ കമന്റ് കേട്ട് അമ്മുവിന്റെ മുഖത്ത് നാണത്തിൽ കലർന്നൊരു പുഞ്ചിരി തെളിഞ്ഞു. അവൾ അലക്സിനെ നോക്കിയതും അവൻ മുന്നിലേക്ക് നോക്കി നടക്കുകയായിരുന്നു. എങ്കിലും അവന്റെ ചുണ്ടിന്റെ കോണിൽ ഒരു പുഞ്ചിരി തത്തിക്കളിക്കുന്നുണ്ടായിരുന്നു. അത് അമ്മ കാണുകയും ചെയ്തു. അവൾ അവന്റെ കയ്യിൽ ഒന്നുകൂടെ മുറുകെ പിടിച്ച് നടന്നു. അലക്സ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിൽ കയറി. അവരുടെ തൊട്ടു പിറകെ തന്നെ എബിയും ലീനയും വന്ന് കാറിൽ കയറി. ഒരു പിങ്ക് ഗൗണാണ് ലീനയുടെ വേഷം. അതിന് മാച്ചായി പിങ്ക് ഷർട്ടും വൈറ്റ് പാന്റും ആയിരുന്നു എബി ധരിച്ചിരുന്നത്. എല്ലാവരും കയറിയതോടുകൂടി കാർ അവരുടെ തന്നെ കൺവെൻഷൻ സെന്ററായ മാളിയേക്കൽ കൺവെൻഷൻ സെന്ററിന് മുന്നിൽ കൊണ്ട് നിർത്തി. കാറിൽ നിന്നും ഇറങ്ങി റോസ് പെറ്റൽസ് വിതറിയ റെഡ് കാർപ്പറ്റിലൂടെ അവർ സ്റ്റേജിലേക്ക് കയറി. മാത്യു ചായന്റെ ബിസിനസ് ഫ്രണ്ട്സും അവരുടെ പാർട്ട്നേഴ്സും അതുപോലെ അലക്സിന്റെയും എബിയുടെയും ഫ്രണ്ട്സ് അടക്കം ഒരു ഗ്രാൻഡ് റിസപ്ഷൻ തന്നെയായിരുന്നു അവിടെ നടന്നത്. ഏറെ നേരത്തെ ഫംഗ്ഷന് ശേഷം എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. ഫ്രഷ് ആയ ഒരു സിമ്പിൾ സ്കേർട്ടും ടോപ്പും ധരിച്ച് കിച്ചണിലേക്ക് വന്ന അമ്മുവിന്റെ കയ്യിലേക്ക് റോസി അമ്മ ഒരു ഗ്ലാസ് പാലെടുത്തു കൊടുത്തു. ഓ മൈ ഗോഡ്, ഫസ്റ്റ് നൈറ്റ്. അവൾ അടുത്തുനിന്ന ലീനയെ ഒന്ന് നോക്കി. ചിരി കടിച്ചു പിടിച്ചു നിൽക്കുന്ന അവളെ കണ്ടത് അമ്മൂന് വിറഞ്ഞു കയറി. ലീനെ, നീ അമ്മൂനെ ഒന്ന് മോന്റെ റൂമിലാക്കി കൊടുക്ക്. ശരി റോസിയമ്മേ. അതും പറഞ്ഞുകൊണ്ട് അവൾ അമ്മൂനെയും പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോയി. ഡി ഡി വിടടി. കൈയെ പിടിച്ചു വലിച്ച് മുകളിലേക്ക് പോകുന്ന ലീനയെ പിടിച്ചു നിർത്തി അവൾ കൈ വിടുവിച്ചു. അതെ ലീനമ്മേ, ഇന്ന് ഞാൻ നിന്റെ ഒപ്പം കിടന്നോട്ടെ? ഭാ, എന്റെ കൂടെ കിടക്കാൻ നീ എന്നെയാണോടി പുല്ല് കെട്ടിയത്? അവളുടെ ആട്ടലിൽ അമ്മ അറിയാതെ ഇല്ലാന്ന് തലകുലുക്കി. ആ എന്നാ പിന്നെ പൊന്നുമോൾ അങ്ങോട്ട് കയറ്. എന്നിട്ടും അമ്മ കയറാൻ മടിച്ചു നിന്നു. എന്നാടി അത്? ഈ ചാൻ എന്നോട് പിണക്കമല്ലേടി? എന്നോടൊന്നും മിണ്ടിയില്ലല്ലോ. തെല്ല് സങ്കടത്തോടെ അവൾ പറഞ്ഞു. മിണ്ടിയിലെ കാര്യം തന്നെ. ഓരോന്ന് ഒപ്പിച്ചു വെക്കുമ്പോ ആലോചിക്കണം. അനുഭവിച്ചു. അവൾ പറഞ്ഞു കഴിഞ്ഞതും അമ്മുവിന്റെ മുഖം വാടി. നിന്നെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല, നീ ചെയ്യാൻ പോയ പ്രവൃത്തി എല്ലാവരെയും അത്രമാത്രം വേദനിപ്പിച്ചു. ആ ഇനി പോട്ടെ, നീ ഇച്ചാനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. അപ്പൊ എല്ലാ പിണക്കവും മാറും. അമ്മുവിന്റെ വിഷമം കണ്ട് ലീന പറഞ്ഞു. അതിനവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഡോർ ലോക്ക് ചെയ്ത് തിരിഞ്ഞതും വാഷ്റൂമിൽ നിന്ന് കുളിച്ചിട്ടിറങ്ങി വരുന്ന അലക്സിനെയാണ് കണ്ടത്. രണ്ടുപേരുടെയും നോട്ടങ്ങൾ പരസ്പരം ഇടഞ്ഞു. അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഒരു നിമിഷം കഴിഞ്ഞാണ് അവൾക്ക് ബോധം വന്നത്. അവൾ അവനെ ഒന്നുകൂടെ നോക്കി. ഒരു മുണ്ടെടുത്ത് ടവൽ വെച്ച് തല തോർത്തിക്കൊണ്ടാണ് വരുന്നത്. ദേഹത്തോടെ വെള്ളത്തുള്ളികൾ ഒഴുകുന്നു. അങ്ങനെ അവൾ അവനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അവന്റെ നെഞ്ചിന്റെ ഇടതുഭാഗത്ത് എന്തോ ഒന്ന് ടാറ്റു ചെയ്തിരുന്നു. കഴുത്തിലൂടെ കിടന്ന ടവലിന്റെ ഒരു ഭാഗം മറഞ്ഞു കിടന്നതിന് അവൾക്കത് വ്യക്തമായി കാണാൻ സാധിച്ചില്ല. അവൾ അവനെ തന്നെ നോക്കി നിന്നു. എന്നാൽ അവൻ അവളെ ശ്രദ്ധിക്കാതെ ടവൽ സ്റ്റാൻഡിലേക്കിട്ട് ഒരു ടീഷർട്ട് എടുത്ത് ധരിച്ചു. അതിനുശേഷം അവളുടെ അടുത്തേക്ക് വന്ന് അവളുടെ കയ്യിലിരുന്ന പാൽ വാങ്ങി പകുതി കുടിച്ച് തിരിച്ച് അവളുടെ കയ്യിലേക്ക് തന്നെ കൊടുത്തുകൊണ്ട് ബെഡിൽ പോയി കിടന്നു. ഇവിടെ ഇപ്പൊ എന്താ സംഭവിച്ചേ? ഒന്നും മനസ്സിലാകാതെ വായും തുറന്ന് അലക്സിനെ തന്നെ നോക്കിക്കൊണ്ട് അമ്മ അവിടെ നിന്നു. കർത്താവേ, ഇതിന്റെ കാറ്റ് പോയോ? ഡി. അവളുടെ നിൽപ്പ് കണ്ട് അവൻ ആത്മഗതിച്ചുകൊണ്ട് അവളെ വിളിച്ചു. പെട്ടെന്നുള്ള അവന്റെ വിളി ഞെട്ടിക്കൊണ്ട് അവൾ അവനെ നോക്കി. ഇന്ന് അവിടെ തന്നെ നിന്ന് ഉറങ്ങാനാണോ തമ്പുരാട്ടിയുടെ തീരുമാനം? അതും ഇന്നലത്തെ പോലെ വല്ലതും മനസ്സിൽ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം. അവനൊരു പരിഹാസത്തോടെ പറഞ്ഞതും അവൾ സങ്കടത്തോടെ മുഖം കുനിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും അവന്റെ ഉള്ളം വെങ്ങി. എങ്കിലും അത് പുറത്തു കാണിക്കാതെ അവളെ നോക്കി പറഞ്ഞു. ചോദിച്ചത് കേട്ടില്ലേ? ഇന്നലത്തെ പോലെ വല്ല പ്ലാനിങ്ങും ഉണ്ടോന്ന്? അവൻ കുറച്ചുകൂടി കടുപ്പിച്ച് ചോദിച്ചതും അവൾ ഇല്ലെന്ന് തലയാട്ടി. എങ്കിൽ പിന്നെ വന്ന് കിടക്കാൻ നോക്ക്. അവൻ അതേ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു. അത് പാല്. അവൾ വിക്കി വിക്കി പറഞ്ഞതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഞാൻ പാല് കുടിച്ചത് നീ കണ്ടില്ലേ? പൂവ്, പിന്നെന്തിനാ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ?
അത് ബാക്കി. എന്താ, ഞാൻ കുടിച്ചതിന്റെ ബാക്കി നീ കുടിക്കില്ലെന്നുണ്ടോ? അത് കുടിക്കും. പിന്നെന്താ? അത് ഒന്നുമില്ല. അവൾ അതും പറഞ്ഞുകൊണ്ട് ആ പാല് ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. അത് കണ്ടതും അവന്റെ ചുണ്ടിൽ ഒരു ചിരി മിന്നി. ഒഴിഞ്ഞ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചുകൊണ്ട് അവൾ അവനെ നോക്കി. ഇനി എന്തെങ്കിലും ഉണ്ടോ? അവളുടെ നിൽപ്പ് കണ്ട് അവൻ വീണ്ടും അവളോട് ചോദിച്ചു. അതിനവൾ ചുമൽ പൊക്കിക്കൊണ്ട് ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ വന്ന് കിടക്കാൻ നോക്ക്. അതും പറഞ്ഞ് അവൻ കട്ടിലേക്ക് കിടന്നു. കോട്ടുപോത്ത് ചികുത്താൻ. അവൾ മനസ്സിൽ അവനെ കുറെ ചീത്തയും വിളിച്ചുകൊണ്ട് കട്ടിലിന് മറുസൈഡിൽ പോയി തിരിഞ്ഞു കിടന്നു. ഇച്ചയ. കുറച്ചു സമയം കഴിഞ്ഞ് പതിയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അവൾ അവനെ വിളിച്ചു. കണ്ണിന് കുറുകെ കൈവച്ച് കിടന്നവൻ അതിനൊന്ന് മൂളിയതേ ഉള്ളൂ. അത് ഇച്ചായ, ഇന്നലെ. അവനോട് എന്ത് പറയണമെന്നറിയാതെ അവൾ തപ്പിപ്പിറക്കി. എന്നതെല്ലാം പറയുണ്ടെങ്കിൽ നേരം വണ്ണം പറയണം. ഒന്നുമില്ല. അവൻ ശബ്ദം ഉയർത്തിയതും അവൾ മിണ്ടാതെ കിടന്നു. ചുണ്ടിലൂറിയ പുഞ്ചിരിയുമായി അവൻ അവളെ നോക്കിക്കൊണ്ട് കിടന്നു. രാത്രിയുടെ ഏതോ യാമത്തിൽ അവർ നിദ്ര പൂണ്ടു. രാവിലെ അപ്പു ഫ്രഷ് ആവാനായി ബാത്റൂമിൽ കയറിയ നേരം നോക്കി ഇന്നലെ ലീന അയച്ച കല്യാണ ഫോട്ടോസ് കാണുകയാണ് മാളു. ഓരോ ഫോട്ടോ കാണുമ്പോഴും അവളുടെ മുഖം വിടരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൾക്ക് ഇന്നലെ വിവേകും വീട്ടുകാരും കൂടി കല്യാണം പറയാൻ വന്ന കാര്യം അമ്മൂനോട് പറഞ്ഞില്ല എന്ന് ഓർമ്മ വന്നത്. അവൾ വേഗം ഫോൺ എടുത്ത് അമ്മൂന്റെ നമ്പറിലേക്ക് വിളിച്ചു. എന്നാൽ അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇവൾ ഈ ഫോൺ ഇതുവരെ ഓൺ ആക്കിയില്ലേ? അവൾ അതും പറഞ്ഞുകൊണ്ട് ലീനയുടെ നമ്പറിലേക്ക് വിളിച്ചു. ഹലോ. അപ്പുറത്തു നിന്നുള്ള ഹലോ കേട്ടപ്പോഴേ മനസ്സിലായി പുള്ളിക്കാരി നല്ല ഉറക്കത്തിലായിരുന്നെന്ന്. ലീന, ഞാനാ മാളു. എന്നടി പിശാചേ, നിനക്ക് ഉറക്കമൊന്നുമില്ലേ? ഇല്ലെങ്കിൽ നിന്റെ കെട്ടിയനോട് പറയടി നിന്നെ ഉറക്കിത്തരാൻ. എന്റെ കർത്താവേ, ഇന്നലെ ഉറങ്ങിയില്ല. ആ ക്ഷീണ ഇന്നെങ്കിലും ഉറക്കി തീർക്കാമെന്ന് വെച്ചത് ഓരോന്ന് കുറ്റിയും പറിച്ച് നേരം വെളുക്കുമ്പോ വിളി തുടങ്ങും. വെച്ചിട്ട് പോടി. അവൾ അലറിക്കൊണ്ട് പറഞ്ഞത് മാളു ഫോണും കെട്ടിയത് ശ്വാസം ആഞ്ഞു വലിച്ചു. ദൈവമേ, ഈ പെണ്ണിന് വട്ടായോ? എന്താ മാളു? അവൾ അതും ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അപ്പു അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചത്. അവന്റെ ചോദ്യം കേട്ട് അവളൊന്ന് പതറിയെങ്കിലും അത് പുറത്തു കാണിക്കാതെ പറഞ്ഞു. അത് ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചതാ. അതും പറഞ്ഞുകൊണ്ട് അവൾ പെട്ടെന്ന് വാഷ്റൂമിലേക്ക് സ്കൂട്ടായി. അവളുടെ പോക്ക് കണ്ട് അവനൊന്നും മനസ്സിലാകാതെ നിന്നു. രാവിലെ അമ്മു എഴുന്നേക്കുമ്പോ അവൾ അലക്സിന്റെ കൈക്കുള്ളിലായിരുന്നു. അവൻ അവളെ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു. അവൾ തല മെല്ലെ ഉയർത്തി അവന്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇനി എന്നാ ഇച്ചായ എന്നോടൊന്ന് മിണ്ടുക? നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ പതിയെ ചോദിച്ചു. അതിനുശേഷം അവന്റെ നെറുകയിലൊന്നും മുത്തിയ ശേഷം ടവലും മാറാനുള്ള ഡ്രസ്സും എടുത്ത് വാഷ്റൂമിലേക്ക് പോയി. അവൻ അപ്പോഴും ഗാഢമായ നിദ്രയിലായിരുന്നു. അമ്മ കുളിച്ചിറങ്ങുമ്പോഴും അലക്സ് എഴുന്നേറ്റിട്ടില്ലായിരുന്നു. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് മുടി തുവർത്താൻ തുടങ്ങി. ശേഷം കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് അല്പം പൗഡർ എടുത്തിട്ടു. ശേഷം ഒരു ചെറിയ പൊട്ടു തൊട്ടു. എന്നിട്ട് ടേബിളിലിരുന്ന് സിന്ദൂരം എടുത്ത് നെറുകയെ തൊട്ടു. ശേഷം അലക്സിനെ ഒന്നുകൂടി പുതപ്പിച്ച് കവളിൽ ഒരു കുഞ്ഞു മുത്തവും കൊടുത്ത് അവൾ താഴേക്ക് ഇറങ്ങിപ്പോയി. അമ്മു താഴേക്ക് ചെല്ലുമ്പോൾ കിച്ചണിൽ റോസിയമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മോള് നേരത്തെ എണീറ്റോ? അവളെ കണ്ടതും ദോശ ചുട്ടുകൊണ്ട് നിന്ന റോസിയമ്മ സ്നേഹത്തോടെ ചോദിച്ചു. അതിനവളൊന്ന് മൂളിക്കൊണ്ട് ചിരിച്ചു. ഞാൻ സഹായിക്കാം അമ്മേ. അതും പറഞ്ഞുകൊണ്ട് അവൾ കല്ലിക്കിടന്ന് ദോശ തിരിച്ചിട്ടു. എന്നാൽ അവളുടെ അമ്മ എന്നുള്ള വിളി കേട്ടതും റോസിയമ്മ അനങ്ങാനാവാതെ നിന്ന് പോയി. ഇത്രയും നാളും അവൾ അവരെ ആന്റി എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് അവൾ അമ്മയെന്ന് വിളിക്കുന്നത്. അവർക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വികാരമുണ്ടായി. അവർ അവളെ കണ്ണു നിറഞ്ഞു നോക്കിക്കൊണ്ട് നിന്നു. ദോശയ്ക്ക് ചട്നി ഉണ്ടാക്കണ്ടേ അമ്മേ? അവൾ ചോദിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കിയത് കണ്ണുകൾ നിറച്ച് തന്നെ നോക്കി നിൽക്കുന്ന റോസിയമ്മയാണ് കാണുന്നത്. എന്തുപറ്റി? എന്തിനാ കരയുന്നേ? അവൾ ആവലാതിയോട് ചോദിച്ചു. മോളിപ്പോ എന്നതാ വിളിച്ചേ? അവർ അവളോടായി ചോദിച്ചപ്പോഴാണ് അവളും അത് ഓർക്കുന്നത്. അത് ആന്റി, ഞാൻ അറിയാതെ. അവൾ പറഞ്ഞു കഴിയുന്നതിന് മുന്നേ റോസിയമ്മ അവളുടെ വായ പൊത്തി. എന്റെ മോള, എന്റെ സ്വന്തം മോള്. അവർ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. മോൾ ഒന്നുകൂടെ അമ്മയെന്ന് വിളിച്ചേ. അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും അവൾ അവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അമ്മേ, മോളെ. അവർ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. ഇത്രയും നാളും ഒരു കുഞ്ഞില്ലാത്ത സങ്കടം അവർ മനസ്സിൽ സൂക്ഷിക്കുകയായിരുന്നു. അതിന്റെ പേരിൽ അവരുടെ കണ്ണു നിറഞ്ഞ അവിടെ ആർക്കും അത് സഹിക്കാൻ കഴിയില്ല എന്ന് അവർക്കറിയാമായിരുന്നു. ഓരോ നിമിഷം ഒരു കുഞ്ഞിന്റെ അമ്മയെന്നുള്ള വിളികൾക്ക് അവർ അത്രയും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. അലക്സും ലീനയും ആ കുറവ് ഒരു പരിധിവരെ നികത്തുന്നുണ്ടെങ്കിലും അവർ അവരെ ഇതുവരെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സങ്കടമായിരുന്നു ഇപ്പോ അമ്മ മാറ്റിക്കൊടുത്തത്. അവർ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കരഞ്ഞു. ഒരു ചുവരനിപ്പുറം നിന്ന മിക്കിയപ്പയുടെ കണ്ണുകളും നിറഞ്ഞു. അയാൾ പതിയെ കണ്ണുകൾ തുടച്ചുകൊണ്ട് തിരിഞ്ഞതും അവർ പറഞ്ഞതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുന്ന വല്യപ്പച്ചനെയും വല്യമ്മച്ചിയെ മാത്യുച്ചേനെയായിരുന്നു കണ്ടത്. മിക്കിയപ്പ അവരുടെ അടുത്തേക്ക് ചെന്ന് വല്യമ്മച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്കൊരു മോളെ കിട്ടി അല്ലേ അമ്മച്ചി? അയാൾ കരഞ്ഞുകൊണ്ട് പറയുന്നത് കേട്ട് അവരും അതേ എന്ന് തലയാട്ടി. അയ്യോ, ദോശ കരിഞ്ഞു. അല്പസമയത്തിന് ശേഷം റോസിയമ്മയുടെ മാറി നിന്ന് അടർന്നു മാറിയ ശേഷം അവൾ പരിഭ്രമത്തോടെ പറഞ്ഞു. അതിന് അവർ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മോൾ ഇതൊന്നും ചെയ്യണ്ട, എല്ലാം അമ്മ ചെയ്തോളാം. മോൾ ആദ്യം ഈ കോഫി കുടിച്ചിട്ട് ഇതുകൊണ്ട് അലക്സിന് കൊടുക്ക്. അതും പറഞ്ഞുകൊണ്ട് അവർ ഒരു കോഫി മഗ് അവളുടെ കയ്യിലേക്ക് കൊടുത്തു.
അവൾ ഒരു പുഞ്ചിരിയോടെ അത് ചുണ്ടോട് ചേർത്തു.